നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 49ാമത് ദേശീയ ദിനം ആഘോഷിക്കുകയാണ് ഒമാൻ. മുസന്നയിലെ സയ്യിദ് ബിൻ സുൽത്താൻ നേവൽ ബേസിൽ നടന്ന സായുധ സേനാ പരേഡിൽ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് സല്യൂട്ട് സ്വീകരിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങൾ നവംബർ 30 വരെ നീണ്ടുനിൽക്കും. റോയൽ ആർമി ഓഫ് ഒമാൻ, റോയൽ നേവി ഓഫ് ഒമാൻ, റോയൽ ഗാർഡ് ഓഫ് ഒമാൻ, സുൽത്താന്റെ സ്പെഷ്യൽ ഫോഴ്സ്, റോയൽ ഒമാൻ പോലീസ്, റോയൽ കോർട്ട് അഫയേഴ്സ് എന്നീ സായുധ സേനകളുടെ സല്യൂട്ട് ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് സ്വീകരിച്ചു. ബാത്തിന ഗവർണറേറ്റിലെ മുസന്നയിലെ സയ്യിദ് ബിൻ സുൽത്താൻ നേവൽ ബേസിൽ നടന്ന സായുധ സേനാ പരേഡിൽ രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, വിവിധ രാജ്യങ്ങളിലെ സ്ഥാനപതിമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സുൽത്താൻ ഖാബൂസിന്റെ ഭരണപാടവവും രാജ്യത്തിന്റെ സുരക്ഷയും വളർച്ചയും പൗരന്മാരുടെ ജീവിത നിലവാരവും വളരെയധികം മെച്ചപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് സ്വദേശികളും ഒപ്പം വിദേശികളും. ഒമാന്റെ വിവിധ പ്രവിശ്യകളിലും മന്ത്രാലയങ്ങളിലും സ്വദേശികളും വിദേശികളും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും വിവിധ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. സ്വകാര്യ സ്ഥാപനങ്ങളിലെ സ്വദേശികളും വിദേശികളുമായ ജീവനക്കാർ രാവിലെ മുതൽ തന്നെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ആഘോഷങ്ങൾ നവംബർ 30 വരെ നീണ്ടുനിൽക്കും. ദേശീയ ദിനത്തോടനുബന്ധിച്ച് 332 തടവുകാരെ മോചിപ്പിക്കാൻ ഒമാൻ ഭരണാധികാരി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഒമാന്റെ 49ാം ദേശീയ ദിനം പ്രമാണിച്ചായിരുന്നു പ്രഖ്യാപനം. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 332 പേർക്കാണ് മോചനത്തിന് അവസരമൊരുങ്ങിയത്. മോചിപ്പിക്കുന്നതിൽ 142 പേർ പ്രവാസികളാണെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ദേശീയ ദിനം പ്രമാണിച്ച് ഒമാനിൽ അവധികളും പ്രഖ്യാപിച്ചിരുന്നു. പൊതുസ്ഥാപനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അടക്കമാണ് അവധി പ്രഖ്യാപിച്ചത്. നവംബർ 27-നും നവംബർ 28-നുമാണ് അവധികൾ ഉള്ളത്. നവംബർ 30 വരെയാണ് ദേശീയ ദിനാഘോഷങ്ങൾ നീണ്ടുനിൽക്കുക. ഒമാന്റെ 49ാം ദേശീയ ദിനം വിവിധ വിലായത്തുകളിലും ഗവർണറേറ്റുകളിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മദിനമായ നവംബർ 18-നാണ് ഒമാൻ ദേശീയ ദിനമായി കൊണ്ടാടുന്നത്. 1970 ജൂലൈ 23-നാണ് സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ഒമാന്റെ ഭരണം ഏറ്റെടുക്കുന്നത്. ഈ രാജ്യത്തെ എല്ലാ രീതിയിലും സുരക്ഷയും കെട്ടുറപ്പുമുള്ളതായി മാറ്റിയ തങ്ങളുടെ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.